നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ ദുബായ് ഗ്ലോബ് സോക്കർ അവാർഡിൽ വെച്ച് ആ സെറിമണിയിൽ വെച്ച് നെയ്മർ ജൂനിയർക്കൊരു അവാർഡ് ലഭിച്ചു. പ്ലെയർ കരിയർ അവാർഡ്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന അവാർഡാണത്. എന്നാൽ തിബോട്ട് കോർട്ടുമൊക്കെ മറ്റുമൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നെയ്മർ ജൂനിയറുടെ കരിയർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നെയ്മർ എന്ന് പറയുന്നുണ്ട്, സാൻഡോസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ, പെലെ രാജാവാണ്, ഞാൻ രാജകുമാരനാണ്. ഞങ്ങളെ അൺവീൽ ചെയ്ത ഈ ക്ലബ്ബല്ലാതെ മറ്റേത് ക്ലബ്ബാണ് ലോകത്തെ ഏറ്റവും മികച്ചതെന്ന്. ഏതായാലും നെയ്മറുടെ കരിയർ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ 766 മത്സരങ്ങൾ, സീനിയർ കരിയറിൽ 766 മത്സരങ്ങൾ, 476 ഗോളുകളും 286 അസിസ്റ്റുകളും. അതായത് 766 മത്സരങ്ങളിൽ നിന്ന് 762 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതാണ് നെയ്മർ മാജിക്. ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരം. 127 മത്സരങ്ങളിൽ നിന്ന് 79 ഗോളുകളും 59 അസിസ്റ്റുകളും. അതായത് ബ്രസീലിന് വേണ്ടി 127 കളികളിൽ നിന്ന് 138 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഇനി കിരീടങ്ങളോ, പൗലിസ്റ്റ ചാമ്പ്യൻഷിപ്പ് അദ്ദേഹം 3 തവണ സ്വന്തമാക്കിയിട്ടുണ്ട്. ബ്രസീലിയൻ കപ്പ് കോപ്പ ഡു ബ്രസീൽ ഒരു തവണ മുത്തമിട്ടു. കോപ്പ ലിബർട്ടഡോറസിൽ ഒരു തവണ മുത്തമിട്ടു. കോപ്പ സുഡാമേരിക്കാനയിൽ ഒരു തവണ മുത്തമിട്ടു. പിന്നെ ബ്രസീൽ വിട്ട് സ്പെയിനിലേക്ക് സ്പാനിഷ് ലലീഗ 2 തവണ മുത്തമിട്ടു. കിങ്സ് കപ്പിൽ 3 തവണ മുത്തമിട്ടു. സ്പാനിഷ് സൂപ്പർ കപ്പ് 2 തവണ മുത്തമിട്ടു. യൂറോപ്യൻ സൂപ്പർ കപ്പ് 1 തവണ മുത്തമിട്ടു. ചാമ്പ്യൻസ് ലീഗിൽ 1 തവണ മുത്തമിട്ടു. ക്ലബ്ബ് വേൾഡ് കപ്പിൽ 1 തവണ മുത്തമിട്ടു. പിന്നെ ഫ്രഞ്ച് ലീഗിലേക്ക് പോയി. അവിടെ അദ്ദേഹം 5 കിരീടങ്ങൾ, ഫ്രഞ്ച് ലീഗ് കിരീടങ്ങൾ, ലീഗ് 1 കിരീടങ്ങൾ 5 സ്വന്തമാക്കി. ഫ്രഞ്ച് സൂപ്പർ കപ്പ് 4 സ്വന്തമാക്കി. ഫ്രഞ്ച് കപ്പ് 3 സ്വന്തമാക്കി. ഫ്രഞ്ച് ലീഗ് കപ്പ് 2 സ്വന്തമാക്കി. പിന്നെ സൗദി അറേബ്യയിലേക്ക്. അവിടെ അദ്ദേഹം പരിക്കേറ്റ് പുറത്താണെങ്കിലും സ്ക്വാഡിലുണ്ടായിരുന്നു. സൗദി സൂപ്പർ കപ്പും സൗദി കിങ്സ് കപ്പും സൗദി ലീഗ് കിരീടവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ സ്വന്തമാക്കി. അദ്ദേഹം പറഞ്ഞല്ലോ, കളിക്കാതിരുന്നിട്ട് കിരീടങ്ങൾ ചൂടിയതിൻ്റെ കഥ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ആ കിരീടങ്ങളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചേർക്കപ്പെടും. ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം കോൺഫെഡറേഷൻ കപ്പും ഒളിമ്പിക്സും നേടിയിട്ടുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ യൂത്ത് കരിയർ കൂടി നോക്കുകയാണെങ്കിൽ സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിലും മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന് ഇൻഡിവിജ്വൽ അവാർഡ്സ്: ചാമ്പ്യൻസ് ലീഗ് ടീം ഓഫ് ദി സീസണിൽ 3 തവണ, ലീഗ് 1 ടീം ഓഫ് ദി സീസണിൽ 3 തവണ, ഫ്രഞ്ച് ലീഗ് പ്ലെയർ ഓഫ് ദി മന്ത് 2 തവണ, ലലീഗ പ്ലെയർ ഓഫ് ദി മന്ത് 1 തവണ, ഫ്രഞ്ച് ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ 1 തവണ, ഗോൾഡൻ ബോൾ, അതായത് കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഫിഫ കോൺഫെഡറേഷൻ കപ്പിൻ്റെ ഗോൾഡൻ ബോൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് സ്കോറർ അദ്ദേഹം ജോയിൻലി സ്വന്തമാക്കിയിട്ടുണ്ട് 1 തവണ. സ്പാനിഷ് സൂപ്പർ കപ്പ് ടോപ്പ് സ്കോറർ 1 തവണ സ്വന്തമാക്കി. ബ്രസീലിയൻ കപ്പ് ടോപ്പ് സ്കോറർ 1 തവണ സ്വന്തമാക്കി. കോപ്പ അമേരിക്ക ടോപ്പ് സ്കോറർ 1 തവണ സ്വന്തമാക്കി. ബ്രസീലിയൻ ലീഗ് ടോപ്പ് സ്കോറർ 1 തവണ സ്വന്തമാക്കി. ലിബർട്ടഡോറസ് ടോപ്പ് സ്കോററായിട്ട് അദ്ദേഹം 1 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് പ്ലേ മേക്കർ ഇൻ ദി കോപ്പ ലിബർട്ടഡോറസ് 1 തവണ സ്വന്തമാക്കി. ബെസ്റ്റ് യങ് പ്ലെയർ ഇൻ ബ്രസീലിയൻ ലീഗ് 1 തവണ സ്വന്തമാക്കി. ബ്രസീലിയൻ ലീഗ് ടീം ഓഫ് ദി സീസണിൽ 3 തവണ അദ്ദേഹം ഉണ്ടായിരുന്നു. ബെസ്റ്റ് സ്ട്രൈക്കർ ഇൻ ദി ബ്രസീലിയൻ ലീഗ് 3 തവണ സ്വന്തമാക്കി. ബ്രസീലിയൻ ലീഗിലെ ഗോൾഡൻ ബൂട്ട് 3 തവണ സ്വന്തമാക്കി. ബ്രസീലിയൻ ഗോൾഡൻ ബോൾ 1 തവണ സ്വന്തമാക്കി. പുസ്കാസ് അവാർഡ് 2011 അദ്ദേഹം സ്വന്തമാക്കി. ബെസ്റ്റ് പ്ലെയർ ഇൻ ദി കോപ്പ ലിബർട്ടഡോറസ് 1 തവണ, ബെസ്റ്റ് പ്ലെയർ ഇൻ ദി സൗത്ത് അമേരിക്ക 1 തവണ, സാംബ ഗോൾഡ് അവാർഡ് 5 തവണ സ്വന്തമാക്കി. അങ്ങനെ കരിയറിൽ നെയ്മർ എന്ന സുൽത്താൻ വലിയ നേട്ടങ്ങളാണ് സ്വന്തമാക്കിയത്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട്, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ഗ്ലോബ് സോക്കർ അവാർഡ് വേദിയിൽ അദ്ദേഹത്തിന് പ്ലെയർ കരിയർ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എഴുതാം.